പ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി ഇവിടെ പങ്കുവയ്ക്കുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ മകനെ അന്നത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമികളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഗുരുവിന്റെ വാസസ്ഥലം കണ്ടെത്തി. ഒരു കുന്നിൻ മുകളിലെ അതിമനോഹരമായ കൊട്ടാരം. അവൻ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചു. അവൻ സങ്കല്പിച്ചതുപോലെ ഒരു സന്യാസി വിദ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ ഇവിടെ നല്ല തിരക്കുണ്ട്. പലതരത്തിലെ ആളുകൾ വരുന്നു പോകുന്നു. അവൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഗുരു അങ്ങ് ദൂരെ നിന്ന് ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നു. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം ഗുരു അവന്റെ അടുത്തും എത്തി. എത്തിയപാടെ ഗുരു ചോദിച്ചു, നീ സന്തോഷത്തിന്റെ രഹസ്യം മനസ്സിലാക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? ഇത് കേട്ടപ്പോൾ അവൻ അമ്പരന്നു പോയി. താൻ വന്നതിന്റെ കാര്യം ഗുരു മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ അല്പം തിരക്കുണ്ട്. അപ്പോഴേക്കും നീ എന്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. അവൻ പോകാനൊരുങ്ങിയ നേരം ഗുരു പുറകിൽ നിന്ന് വിളിച്ചു, നിൽക്കൂ, ഈ സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും കൊണ്ടുപോകൂ. ഇത് നീ നടക്കുമ്പോൾ താഴെ തുളുമ്പിപ്പോവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ അവൻ കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികളും വരാന്തകളും കയറി ഇറങ്ങി 2 മണിക്കൂറിന് ശേഷം ഗുരുവിന്റെ അടുത്തെത്തി. എത്തിയപാടെ ഗുരു വീണ്ടും ചോദിച്ചു, നീ എല്ലാം കണ്ടു, നീ എന്റെ ആ തിരശീല കണ്ടില്ലേ? അത് പേർഷ്യയിൽ നിന്ന് നെയ്ത് കൊണ്ടുവന്നതാണ്. അല്ല, നീ എന്റെ ആ ഗ്രന്ഥപ്പുര കണ്ടില്ലേ? അതേ മൈൽഡിലാക്കി തീർക്കാൻ ഒരു 10 വർഷമെങ്കിലും എടുത്തിട്ടുണ്ടാവും. അല്ല, നീ എന്റെ ഉദ്യാനം കണ്ടില്ലേ? അതിലെ ഓരോ തുകൾത്താഴുകളും എത്ര മനോഹരവും മൃദുലവുമാണെന്നോ? ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നുപോയി. കാരണം ഇതൊന്നും അവൻ കണ്ടിട്ടില്ലല്ലോ. തന്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ 2 തുള്ളി എണ്ണയിലായിരുന്നല്ലോ. അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. അല്ല, നീ ഇതൊന്നും കണ്ടിട്ടില്ല. എന്നാൽ നീ ഒന്നും കൂടെ ഇതെല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ വീണ്ടും പുറപ്പെട്ടു. അപ്പോഴും അവന്റെ കയ്യിൽ ആ സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. ഇപ്പോഴവൻ എല്ലാം കണ്ടു. ചുവരിലെ സൃഷ്ടികൾ, പിന്നെ ഗുരു പറഞ്ഞ തിരശീല, ഗ്രന്ഥപുര, ഉദ്യാനം. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം അവൻ വീണ്ടും ഗുരുവിന്റെ അടുത്തെത്തി. അത് കഴിഞ്ഞ് അവൻ കണ്ട കാര്യമെല്ലാം ഗുരുവിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗുരുവിന്റെ ചോദ്യം, അല്ല, നിന്റെ കയ്യിലെ ആ സ്പൂണിലെ 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത്. തന്റെ കയ്യിലെ സ്പൂണിൽ ആ 2 തുള്ളി എണ്ണ ഇല്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒറ്റ കാര്യം മാത്രം. ഈ ലോകത്തിലെ സുഖങ്ങളും സുർഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷേ ഒറ്റ കാര്യം മാത്രം, ആ സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും ഒരിക്കലും കളയരുത്. കാരണം അത് സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.